നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. താലീം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോറൽ എഡ്യൂക്കേഷൻ. അതിൻ്റെ രണ്ടാമത്തെ അറബി പഠന ക്ലാസ്. അതിൻ്റെ അറബി അക്ഷരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹാ വരെ നമ്മൾ ചർച്ച ചെയ്തു. അടുത്ത അക്ഷരമാണ് ദാൽ. എല്ലാവർക്കും അറിയണ അക്ഷരമാണ്. മലയാളത്തിൽ ഇതിന് നമ്മൾ എന്ത് പറയുന്നത്? മലയാളത്തിൽ ഇതിന് എങ്ങനെ എഴുതുക? മലയാളത്തിൽ ദാല് എഴുതുക. ഈ ദായുണ്ട്, അതുപോലെ തന്നെ ഈ ദായും മലയാളത്തിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഓക്കെ, ഈ ദാലിന് ഫത്തഹ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇത് ദ എന്ന് വായിക്കാം. അപ്പോൾ തൽക്കാലം ഈ ദ എന്ന് വായിക്കും. ഇനി കെസറാണ് കൊടുക്കണമെങ്കിലോ, കെസറാണ് കൊടുക്കുന്നതെങ്കിൽ ദി എന്ന് വായിക്കും. അതുപോലെ തന്നെ ലമ്മാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിനെ വായിക്കുന്നത് ദ ഇട്ടിട്ട് ദു എന്ന് വായിക്കുന്നു. ഇനി സുക്കൂനാണ് കൊടുക്കുന്നതെങ്കിൽ ദ് എന്ന് വായിക്കും. അപ്പോൾ ദ ദി ദു ദ്, ദ ദി ദു ദ്. ഓക്കെ, അപ്പോൾ ദാല്. ഇനി അടുത്ത അക്ഷരം നമ്മുടെ ദാലിൻ്റെ മുകളിൽ ഒരു പുള്ളി ഇട്ടാൽ ഇത് നമുക്ക് മലയാളത്തിൽ ഉണ്ടാവില്ല കേട്ടോ. മലയാളത്തിലില്ല. ദാൽ എന്നാണ് വായിക്കുക. ദാൽ എന്താണ്? ദാൽ ഒന്ന് പറഞ്ഞേ. ദാൽ കേട്ടോ, പുള്ളിയാണ്. ഇതിന് നമ്മൾ ഫത്തഹ് ഇട്ടാൽ ദ എന്ന് വായിക്കുന്നു. ഫത്തഹ് ഉണ്ടല്ലേ, ഫത്തഹ്. ഇനിയോ കെസറിട്ടാൽ ദി എന്ന് വായിക്കുന്നു. ലമ്മാണെന്നെങ്കിൽ ദു എന്ന് വായിക്കുന്നു. സുക്കൂനിട്ടാലോ ദ് എന്ന് വായിക്കുന്നു. ദ ദി ദു ദ്, ദ ദി ദു ദ്. ഓക്കെ, അടുത്ത അക്ഷരമാണ് റ. നമ്മൾ മലയാളത്തിൽ റ എന്ന് എഴുതാറുണ്ടല്ലോ, എന്നാൽ അറബിയിൽ ഇതല്ല. ഇത് ഈ റ അല്ല, ഈ റ. ഓക്കെ, മറിച്ച് അറബിയിൽ റ ആണ്. റ ഏതാണ്? ഈ അക്ഷരം എന്താ വായിക്കുക? റ എന്നാണ് വായിക്കുക. റ. ഓക്കെ, പിന്നെ രാ വായിക്കുന്ന സമയമുണ്ട്, പക്ഷെ അത് നമുക്ക് ഇപ്പം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയോ ഇതിന് ഫത്തഹ ആണ് ഇടുന്നെങ്കിൽ റ എന്ന് വായിക്കുന്നു. റ നമ്മൾ നേരത്തെ എഴുതിയ റ. കെസറാണ് ഇട്ടാലോ, കെസർ ഇട്ട് കഴിഞ്ഞാൽ അടിയിലാണ് വരായെങ്കിൽ റൊയ് എന്ന് വായിക്കുന്നു. റൊയ്. ഇനിയോ ലമ്മാണ് ഇടുന്നെങ്കിലോ റു എന്ന് വായിക്കും. റു എന്ന് വായിക്കും. ഇനി സുക്കൂനാണ് ഇടുന്നെങ്കിലോ റ് എന്ന് വായിക്കും. ഓക്കെ, റ് ഇതാണ് റ്. അപ്പോൾ റ, റി, റു, റ് എങ്ങനെ എഴുതാന്ന് അറിയാലോ. ഇപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് കണ്ടില്ലേ. ഓക്കെ, അടുത്ത അക്ഷരമാണ് ഈ റ എന്നുള്ളതിൻ്റെ മുകളിൽ ഒരു പുള്ളി നമ്മളിട്ട് കൊടുത്താൽ, ഒരു കുത്തിട്ട് കൊടുത്താൽ അത് സായ് എന്ന് വായിക്കും. ഇതിനും മലയാളത്തിൽ നമുക്ക് ഇതില്ല, അക്ഷരം ഇല്ല കേട്ടോ. നമുക്ക് സെഡ് ഒന്ന് നോക്കാം. സ. ഇപ്പോൾ സുബൈർ എന്ന് എഴുതുമ്പോൾ നമ്മൾ സെഡ് ഉപയോഗിച്ചിട്ടാണ് എഴുതുക. സുബൈർ എന്ന് എഴുതുമ്പോൾ. ഓക്കെ, ആ സ. അപ്പോൾ ഫത്തഹ് ഇട്ട് കഴിഞ്ഞാൽ സായ്, ഫത്തഹ് ഇട്ടാൽ സായ്. കെസറാണെന്ന് ഇടുന്നെങ്കിൽ കെസറിട്ട് കഴിഞ്ഞാൽ സി. ഇനിയോ ലൊമ്മിട്ട് കഴിഞ്ഞാലോ, ലൊമ്മിട്ട് കഴിഞ്ഞാൽ സു, ലൊമ്മിട്ടാൽ സു. സുക്കൂനിട്ടാൽ സ്. അപ്പോൾ സ, സി, സു, സ്. സ, സി, സു, സ്. ഓക്കെ, അടുത്ത അക്ഷരമാണ് സീൻ. ഹറഫു അസ്സീൻ. ഹറഫു അസ്സീൻ. ഇത് നമ്മുടെ മലയാളത്തിലെ സ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് സീൻ. ഹറഫു അസ്സീൻ. ഇത് നമ്മൾ ഫത്തഹ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് വായിച്ചു? സ എന്ന് വായിച്ചു. ഫത്തഹ് ഇട്ടാൽ സ എന്ന് വായിക്കും. കെസറാണെന്ന് ഇടുന്നെങ്കിലോ പറഞ്ഞോളി, സി എന്ന് വായിക്കും. സി. ഓക്കെ, ഇനി ലമ്മിട്ടാലോ
ലൊമ്മിട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല, സു എന്ന് വായിക്കും. ഓക്കെ, ഇനി സുക്കൂനിട്ടാലോ സ് എന്നും വായിക്കും. സുക്കൂനിട്ടാൽ സ് എന്ന് വയ്ക്കുമ്പോൾ സ സി സു സ്, സ സി സു സ്. ഓക്കെ, അടുത്ത അക്ഷരം ഈ സാഇന്റെ മുകളിൽ 3 പുള്ളിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് വായിക്കും? ഷീൻ, ഷ എന്ന് വായിക്കും. അറബിയിൽ ഷീൻ, ഹറഫു അഷീൻ. മലയാളത്തിൽ 2 തരം ഷാകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു ഷായുണ്ട്, ഈ ഒരു ഷായുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഫതഹ ഇട്ടാൽ എന്ത് വായിക്കുക? ഫതഹ ഇട്ടാൽ ഷ. ഓക്കെ, കെസറാണെന്നെങ്കിലോ കെസറിട്ട് കഴിഞ്ഞാൽ ഷി. ഇനിയോ ലൊമ്മിട്ടാലോ ലൊമ്മിട്ടാൽ ഷു. സുക്കൂനിട്ടാലോ സുക്കൂനിട്ടാൽ ഷ് എന്ന് വായിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ദ, ദാൽ, ദാല്, ദാല്, പിന്നെ റാ, സായ്, സീൻ, ഷീൻ. 6 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ടൈമിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് 2ാം ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിൻ്റെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഷെയറും ചെയ്യുക, ആളുകളിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് അറബി പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് നമ്മൾ തുടക്കം ഇതാണ്, അക്ഷരങ്ങളാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.